യഹോവ പിന്നെയും മോശെയോട് അരുളി ചെയ്തത്, എനിക്ക് സൗരഭ്യവാസനയായ ദഹനയാഗങ്ങൾക്കുള്ള എൻ്റെ ഭോജനയാഗമായ വഴിപാട് തക്ക സമയത്ത് എനിക്ക് അർപ്പിക്കേണ്ടതിന് ജാഗ്രതയായിരിക്കാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കണം. നീ അവരോട് പറയേണ്ടത്, നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടുന്ന ദഹനയാഗം എന്തെന്നാൽ, നാൾതോറും നിരന്തര ഹോമയാഗത്തിനായി 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 2 കുഞ്ഞാട്, ഒരു കുഞ്ഞാടിനെ രാവിലെയും മറ്റേ കുഞ്ഞാടിനെ വൈകുന്നേരത്തും യാഗം കഴിക്കണം. ഇടിച്ചെടുത്ത എണ്ണ 1/4 ഹീൻ ചേർത്ത 1 ഇടങ്ങഴി മാവ് ഭോജനയാഗമായും അർപ്പിക്കണം. ഇത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി സീനായി പർവ്വതത്തിൽ വെച്ച് നിയമിക്കപ്പെട്ട നിരന്തര ഹോമയാഗം. അതിൻ്റെ പാനീയയാഗം കുഞ്ഞാടൊന്നിന് 1/4 ഹീൻ മദ്യം ആയിരിക്കണം. അത് യഹോവയ്ക്ക് പാനീയയാഗമായി വിശുദ്ധ മന്ദിരത്തിൽ ഒഴിക്കണം. മറ്റേ കുഞ്ഞാടിനെ വൈകുന്നേരത്ത് യാഗം കഴിക്കണം. അതിനെ രാവിലത്തെ ഭോജനയാഗവും അതിൻ്റെ പാനീയയാഗവും പോലെ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി അർപ്പിക്കണം. ശബ്ബത്ത് നാളിലോ 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 2 കുഞ്ഞാടിനെയും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത 2 ഇടങ്ങഴി മാവും അതിൻ്റെ പാനീയയാഗവും അർപ്പിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും പുറമെ ഇത് ശബ്ബത്ത് തോറുമുള്ള ഹോമയാഗം. നിങ്ങളുടെ മാസാരംഭങ്ങളിൽ നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 കുഞ്ഞാടിനെയും കാള ഒന്നിന് ഭോജനയാഗമായി എണ്ണ ചേർത്ത 3 ഇടങ്ങഴി മാവും ആട്ടുകൊറ്റന് ഭോജനയാഗമായി എണ്ണ ചേർത്ത 2 ഇടങ്ങഴി മാവും കുഞ്ഞാടൊന്നിന് ഭോജനയാഗമായി എണ്ണ ചേർത്ത 1 ഇടങ്ങഴി മാവും അർപ്പിക്കണം. അത് ഹോമയാഗം, യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം തന്നെ. അവയുടെ പാനീയയാഗം കാളയൊന്നിന് 1/2 ഹീൻ വീഞ്ഞും ആട്ടുകൊറ്റന് ഹീനിൻ്റെ 1/3 കുഞ്ഞാടൊന്നിന് 1/4 ഹീനും ആയിരിക്കണം. ഇത് മാസാന്തരം അമാവാസി തോറുമുള്ള ഹോമയാഗം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും പുറമെ പാപയാഗമായി യഹോവയ്ക്ക് 1 കോലാട്ടുകൊറ്റനെയും അർപ്പിക്കണം. 1-ാം മാസം 14-ാം തീയതി യഹോവയുടെ പെസഹ ആകുന്നു. ആ മാസം 15-ാം തീയതി പെരുന്നാൾ ആയിരിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. 1-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. എന്നാൽ നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള 7 കുഞ്ഞാടിനെയും ദഹനയാഗമായി അർപ്പിക്കണം. അവ ഊനമില്ലാത്തവ ആയിരിക്കണം. അവയുടെ ഭോജനയാഗം എണ്ണ ചേർത്ത മാവ് ആയിരിക്കണം. കാള ഒന്നിന് 3 ഇടങ്ങഴിയും ആട്ടുകൊറ്റന് 2 ഇടങ്ങഴിയും 7 കുഞ്ഞാട്ടിൽ ഓരോന്നിന് ഓരോ ഇടങ്ങഴിയും അർപ്പിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ പാപയാഗത്തിനായി 1 കോലാട്ടിനെയും അർപ്പിക്കണം. നിരന്തര ഹോമയാഗമായ രാവിലത്തെ ഹോമയാഗത്തിന് പുറമെ ഇവ അർപ്പിക്കണം. ഇങ്ങനെ 7 നാളും യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹനയാഗത്തിൻ്റെ ഭോജനം ദിവസം പ്രതി അർപ്പിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും പുറമെ ഇത് അർപ്പിക്കണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. വാരോത്സവമായ ആദ്യഫല ദിവസത്തിൽ പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം കൊണ്ടുവരുമ്പോഴും വിശുദ്ധ സഭായോഗം കൂടേണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. എന്നാൽ നിങ്ങൾ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള 7 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗമായി എണ്ണ ചേർത്ത മാവ് കാള ഒന്നിന് ഇടങ്ങഴി 3 ആട്ടുകൊറ്റന് ഇടങ്ങഴി 2 7 കുഞ്ഞാട്ടിൽ ഓരോന്നിന് ഇടങ്ങഴി ഓരോന്നും നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ 1 കോലാട്ടുകൊറ്റനും വേണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും അവയുടെ പാനീയയാഗത്തിനും പുറമെ നിങ്ങൾ ഇവ അർപ്പിക്കണം. അവ ഊനമില്ലാത്തവ ആയിരിക്കണം. ഇത്രയുമാണ് നമ്മുടെ ഈ ആഴ്ചത്തെ അധ്യായം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രവർത്തിക്കട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ദൈവം ഒരാഴ്ച കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരികയാണെങ്കിൽ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ദൈവകൃപ നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക. ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ദിവസത്തിൽ ആകെ 5 മിനിറ്റ് മാത്രം ചിലവാക്കിക്കൊണ്ട് ഇതിൽ പങ്കാളികളാകാം. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കാം. ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക. ഒരുപക്ഷെ അതുവഴി നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകാം. ആദ്യം മുതൽ തന്നെ ബൈബിൾ വായിച്ചു തുടങ്ങുന്നതിനായി ഒരു ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്. അതുവഴി നിങ്ങൾക്ക് ബൈബിൾ ആദ്യം മുതൽക്കേ വായിക്കുവാൻ സാധിക്കും. ഇനിയുള്ള വചനങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അറിയുവാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇതിലൂടെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.